നമ്മുടെ രാജ്യത്തിനകത്ത് ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഇതിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നു. ചിലത് വിജയിക്കുന്നു, ചിലത് പരാജയപ്പെടുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആക്രമണങ്ങളും ഈ രാജ്യത്തിൻ്റെ കെട്ടുറുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇതിനെ കൂടുതൽ കൂടുതൽ ഭിന്നമാക്കുകയാണ്, ഛിന്നമാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇത് സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നവർക്കറിയാം. കാരണം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു വശത്ത് ഇതൊരു ആസൂത്രിത ഭാവത്തിൽ സംഘടിപ്പിച്ചതാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരു ജനത, മറുവശത്ത് ഇതിൽ സ്വന്തം രാജ്യത്തെ തന്നെ ജനങ്ങളെ പ്രതികളാക്കി ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു കൂട്ടർ മറുവശത്ത്. ഇത് രണ്ടും ഈ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും അധികാര രാഷ്ട്രീയത്തിൻ്റെയും ഇരകളാണ് എന്നതാണ് സത്യം. അതിൻ്റെ വിഷയങ്ങളല്ല ഞാൻ സംസാരിക്കാൻ വന്നത്. ഇതൊക്കെ നടന്നു പോകുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത അതിർത്തികളിൽ, ചുറ്റുപാടുകളിൽ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഗൗരവമുള്ളതാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇന്ത്യ കയ്യിൽ വെച്ചിരുന്ന ഏക ഔട്ട്സ്റ്റേഷൻ എയർബേസായ തജിക്കിസ്ഥാനിലെ ഐനി എയർബേസ് ഇന്ത്യ പൂർണ്ണമായും ഒഴിഞ്ഞു, പിൻവാങ്ങി. അതിന് സമ്മർദ്ദം ചെലുത്തിയത് ചൈനയും റഷ്യയുമാണത്രേ തജിക്കിസ്ഥാനുമേൽ. അപ്പം ഞാൻ ഓർത്തുപോയത് വേറൊന്നുമല്ല, ഒരു മാഹിയിൽ ഉമ്മയുടെ കാര്യമാണ്, ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള കാര്യം. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റും നമുക്കാകെ നമ്മളെ സംരക്ഷിക്കാനെന്ന പേരിൽ ഒപ്പമുള്ളത് മൊയ്ലിയാരൂട്ടി മാത്രമാണ്. തലപ്പാവും ദീക്ഷയും വെച്ച താലിബാനികൾ മാത്രം. ബാക്കി എല്ലാ ആളുകളും ഒന്നെങ്കിൽ കൊടിയ ശത്രുക്കൾ, അല്ലെങ്കിൽ ഉപ്പില്ലാ ചിറ്റം പോലെ ശത്രുതയുമായി നിൽക്കുന്നവർ. ഈ മാഹിയിൽ ഉമ്മയുടെ കാര്യം എന്താണെന്നറിയോ? അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. ഈ ഉമ്മ എല്ലാവരുമായിട്ടും കയറുക, അയൽപക്കത്തുള്ളവരുമായിട്ടൊക്കെ പിണക്കോ, ബന്ധുക്കളുണ്ട്, അനിയത്തിയുണ്ട്, സഹോദരിയുണ്ട്, അവരുമായിട്ടൊക്കെ പിണക്കമായിരുന്നു. വീടിന് ചുറ്റും വലിയ വേലി കെട്ടി അതിനകത്ത് ആരെയും കയറ്റാതായിരുന്നു താമസിക്കുന്നത്. അവസാനം ഉമ്മയ്ക്കൊരു അസുഖം വന്നപ്പോൾ 20 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഗൾഫിൽ ആരോ വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ആംബുലൻസ് പറഞ്ഞ് ആംബുലൻസ് വന്ന് കൊണ്ടുപോകേണ്ടി വന്നു. ഏതാണ്ട് ആ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. നമ്മളിപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന റഷ്യയും ചൈനയും പോലും അവരുടെ സ്ട്രാറ്റജിക് ഇൻപുട്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബേസസ്, അവരുടെ ഗ്രോത്ത് പാത്ത്, അതിനെ സംബന്ധിച്ച് ആ വളർച്ചാ വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിനകത്തിട്ട് തലക്കിട്ടടിച്ച്, വോട്ട് മറിച്ച്, വോട്ട് പിടിച്ച്, CCTV അണച്ച്, തമ്മിലടിച്ച്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തജിക്കിസ്ഥാനിലെ ഐനി എയർബേസ് എന്ന് പറയുന്ന എയർബേസ് നമുക്ക് നഷ്ടപ്പെട്ടത് അറിയേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മളെപ്പോഴും പറയുന്നുണ്ട് അമേരിക്കയെ വെല്ലുന്ന വളർച്ചയിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ട് അമേരിക്കയേക്കാൾ വലുതായിട്ടെന്ന്. അമേരിക്കയ്ക്ക് ലോകം മുഴുവൻ ഇന്ന് 100-ലധികം എയർബേസുകളുണ്ട്. അതായത് ഗ്ലോബിലെ വിവിധ ഭാഗങ്ങളിൽ എയർബേസ് ഉണ്ടാക്കി അമേരിക്ക വെച്ചിരിക്കുക. അത് അമേരിക്കയുടെ അധീശത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ 2002-ലോ 2001-ലോ തജിക്കിസ്ഥാനുമായിട്ടുള്ള കരാർ പ്രകാരമാണ് ഐനി എയർബേസിൽ നമ്മുടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കിയെടുത്തത്. അവിടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമല്ല, നമ്മുടെ കണ്ടഹാർ ഓപ്പറേഷൻസിനും പല സന്ദർഭങ്ങളിൽ നമ്മൾ ആ മിലിറ്ററി ബേസ് ഉപയോഗിച്ചു. ഏതാണ്ട് 5000-ഓളം സൈനികർ, 100-ഓളം യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം തന്നെ ബാക്കി സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഏതാണ്ട് $80 മില്യൺ ചെലവഴിച്ച് അതിൻ്റെ റൺവേയും എയർബേസും ഒക്കെ ശരിയാക്കി 3200 കിലോമീറ്റർ റൺവേ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനെ കൊണ്ട് നന്നായി പണിത് എല്ലാ സംഗതികളും ഉറപ്പിച്ച് നിർത്തിയിരുന്ന എയർബേസ് ആയിരുന്നു തജിക്കിസ്ഥാനിലെ എയർബേസ്. ആ എയർബേസ് നമുക്ക് ഏറ്റവും സ്ട്രാറ്റജിക് ആണെന്ന് പറയാൻ കാരണം പാക് അധിനിവേശ കാശ്മീരിനും ചൈനയുടെ സിൻജിയാങ്ങിനും ഒക്കെ റീച്ചബിൾ ആയിട്ടുള്ളൊരു എയർബേസ് ആയിരുന്നു ഐനി എയർബേസ്. അഫ്ഗാനിസ്ഥാൻ്റെ വാഖാൻ കോറിഡോറിന് മുതലാണ് ഇതിൻ്റെ ഒരു റീച്ച് ആരംഭിക്കുന്നത്. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു എയർബേസാണ് നമ്മൾ കരാർ 2022-ൽ അവസാനിപ്പിച്ചപ്പോൾ പെതിയെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇപ്പോൾ ആ ഒഴിപ്പിക്കൽ പൂർത്തിയായത്. അതിനുവേണ്ടി ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നമുക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, നമ്മളൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന റഷ്യയും ചൈനയുമാണ് അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം തജിക്കിസ്ഥാൻ്റെ മേൽ പ്രയോഗിച്ചത്. കാരണം അവർക്ക് ഏഷ്യൻ മേഖലയിൽ ഒരു ഗ്രോത്ത് പ്ലാൻ ഉണ്ട്, ഇവിടെ പിടിച്ചെടുക്കാൻ ആഗ്രഹമുണ്ട്. അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ഇവിടെ പപ്പട പടപടമാണ്. അതിനുള്ള തന്ത്രങ്ങളാണ് ചൈന ഏത് സമയവും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എത്രയോ ദുർബലനായിരുന്നു, നമുക്ക് മുന്നിൽ എത്രയോ ദുർബലനായിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ പരസ്യമായും ചൈനയും റഷ്യയും ഒക്കെ രഹസ്യമായും കൈകൊടുത്ത് വലിയ ഒരു സ്ട്രാറ്റജിക് ശക്തിയായി നമ്മുടെ മേൽ വളർന്നു വരികയാണ്. എല്ലാ കാലത്തേക്കും നമുക്ക് ഭീഷണിയായി.
സത്യത്തിൽ നമ്മുടെ വിദേശകാര്യ നയം ഉൾപ്പെടെയുള്ള നയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് മോദി സർക്കാരിനെ കുറ്റം പറയുന്നതാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ജാതി പറയാനും സുഡാപ്പി പറയാനും അല്ലെങ്കിൽ അല്ലാത്തത് പറയാനും ഒക്കെ വരും. ഇത് ഏതെങ്കിലും ശത്രുരാജ്യം നമ്മുടെ മേൽ കയറി കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ അതിൽ സംഖ്യയും കൊടിയ സംഖ്യയും സുഡാപ്പിയും സിഡാപ്പിയും ഒന്നും ഉണ്ടാവില്ല. വാരി വലിച്ചടിച്ചു പറ്റിക്കും. പല രാജ്യങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ, നമ്മൾ പല രാജ്യങ്ങളുടെ മേലും ഒരു കാലത്ത് വളരെ ധൈര്യപൂർവ്വം ചെയ്തിരുന്നത് പോലെ, നമ്മൾ പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയിട്ടിട്ട് അഭിമാനത്തോടെ നോക്കി ചിരിച്ചതുപോലെ നമ്മുടെ മേൽ നടക്കാവുന്ന, നമ്മുടെ മേൽ കടന്നു കയറാവുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ നടത്തിയ സ്ഫോടനം അത് കുറേ പേർ വിശ്വസിക്കുന്നത് പോലെ ആസൂത്രിതമൊന്നുമല്ല, അത് ഭീകരപ്രവർത്തനമായി തന്നെ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിൽ കാശ്മീരിൻ്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിൽ അവിടുത്തെ ജനത അത്രമേൽ അസ്വസ്ഥമാകുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നയങ്ങളും അതിൻ്റെയൊക്കെ ഗൗരവവും പ്രാധാന്യവും കേവലം ജാതി രാഷ്ട്രീയത്തിനപ്പുറത്ത്, മതരാഷ്ട്രീയത്തിനപ്പുറത്ത് രാജ്യമെന്ന ഏറ്റവും വലിയ ആ പറയുന്ന ഇൻ്റഗ്രിറ്റിയും ഐഡൻറ്റിറ്റിയും നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയ്ക്കും മറ്റു പല രാജ്യങ്ങൾക്കും എയർബേസ് ഉള്ളതുപോലെ നമുക്ക് എവിടെയാണ് ഉള്ളത്? നമുക്ക് ഉറച്ചൊരു പങ്കാളി ആരാ? ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ചേർന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കുന്നത് പോലെ, നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നത് പോലെ. അത് കേവലം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാകുമ്പോൾ അത് വെറും പരിഹാസമോ ട്രോൾ ആൻഡ് കമൻറ്റോ ആയി അവസാനിപ്പിക്കാൻ പറ്റുമോ? അതൊരു വിദേശകാര്യമന്ത്രിയെ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ സൗദി അറേബ്യൻ പ്രതിനിധിയായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കൂ? അങ്ങനെയാണെങ്കിൽ അതുപോലൊരു കരാർ ഇന്ത്യയുമായും ഉണ്ടാക്കണ്ടേ? അമേരിക്കയെ വിശ്വസിക്കാൻ ഒക്കത്തില്ലെന്ന് വെച്ചോ, പക്ഷേ ഇത്തരം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ ഈ പറയുന്ന ആയുധപരമായിട്ടല്ലെങ്കിലും അവിടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പോലും വലിയ വഴിയൊരുക്കൂലേ? എന്തായിരിക്കും അത്തരമൊരു സംഗതിക്ക് പിന്നിലുണ്ടാവുക? എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആറ്റം ബോംബ് നിർമ്മാണ ടെക്നോളജിയൊക്കെ സൗദി അറേബ്യയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. അതിന് അമേരിക്കയുടെ മൗനാനുവാദം ഉണ്ടെങ്കിൽ അത് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അതായിരിക്കും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത് അവരുടെ പശ്ചിമേഷ്യൻ മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ അവർക്കൊരു വലിയ ശക്തിയാവുന്നതിന് ആവശ്യവുമാണ് എന്ന് വെച്ചോളൂ. ഞാൻ പറഞ്ഞത് അത്തരം സന്ദർഭങ്ങളൊക്കെ ഏറ്റവും ഗൗരവത്തോടെയും ജാഗ്രതയോടെയും ഒരു രാജ്യം നോക്കിക്കാണേണ്ടത്. ഇതൊരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മോഡി വിരുദ്ധതയുടെയോ സംഗതിയല്ല. ഈ ഐനി എയർപോർട്ട് ബേസിന് അത്രയും പ്രാധാന്യമുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ്, എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും എത്രയും ഉണ്ടായിരുന്നു എന്നും എന്താണ് അതിൻ്റെ തടസ്സങ്ങളെന്നും ഒന്നും ഒരു സുഡാപ്പിക്കാരനും അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂദ് പറയുന്നതാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന വിദഗ്ധന്മാർക്കൊക്കെ നോക്കാവുന്നതാണ്. വലിയ ഗൗരവമായ വിഷയമാണത്, വലിയ ഗൗരവമായത്.